കഴിഞ്ഞ 2 വീഡിയോകളിൽ വൈഷ്ണോദേവി യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും അതുപോലെ നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് കട്ര വരെയുള്ള ട്രെയിൻ യാത്രയാണ് ഉൾക്കൊള്ളിച്ചത്. ഇനി നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആ 16.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലക്കയറ്റമാണ്, വൈഷ്ണോദേവി അമ്പലത്തിലേക്കുള്ള മലക്കയറ്റം. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ഇതുവരെ കാണാത്തവർ ആ പഴയ 2 വീഡിയോയും പോയി കാണുക. കുറച്ച് ലേറ്റായി ഇതിടാൻ, സമയക്കുറവുകൊണ്ടാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കട്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു 3 മണിക്കൂർ ലേറ്റായിരുന്നു. അങ്ങനെ പുറത്തേക്ക് കടന്നാൽ തന്നെ അവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. അമ്പലത്തിലേക്ക് ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതിനുവേണ്ടി നമ്മുടെ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രജിസ്ട്രേഷൻ കാർഡ് അവർ തരും. അതും കഴുത്തിലിട്ടിട്ട് വേണം ബാക്കി ഇനിയുള്ള യാത്ര നമുക്ക് തുടരാൻ. പണ്ട് ഈ സൗകര്യം ഇവിടെ ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഇനി നമുക്ക് ഇവിടെ കട്രയിൽ വന്ന് ഇറങ്ങുന്നവർക്കുള്ള ചില സൗകര്യങ്ങൾ നമുക്കൊന്ന് കാണാം. വെയിറ്റിംഗ് ഏരിയ, വാഷ്റൂം, കുടിവെള്ളത്തിനുള്ള ഫിൽട്ടർ, അതുമാതിരി മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം അടങ്ങിയ ഒരു ഹാളാണ് ഇത്. അപ്പം ഞങ്ങൾ അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ ട്രെയിൻ യാത്ര, ഞങ്ങളൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് ഞങ്ങൾ അന്തം വിട്ടു. ഇത്രയും നല്ല സൗകര്യം, ഇത്രയും ഒക്കെ ഫ്രീ ആണ്. അതുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കൊരു ചാർജും ഇല്ല. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ പിടിച്ച് കുറച്ച് നേരം വിശ്രമിച്ച്, അതുപോലെ വിശ്രമമല്ല, ഞങ്ങൾക്ക് ഇനി യാത്ര ചെയ്യാണ്ട്, എന്നിരുന്നാലും ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇനി വേണം ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ബാൺഗംഗ എന്നുള്ള സ്ഥലത്തേക്ക് എത്താൻ. അപ്പം ഞങ്ങളൊരു ടാക്സി പിടിച്ച് അങ്ങനെ ബാൺഗംഗയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിറച്ച് കടകൾ കാണാം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ നിറയെ റിബണുകൾ തൂക്കിയിട്ടിരിക്കുന്ന കാണാം. ഇതൊക്കെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വന്നവർ ഇവിടെ വഴിയിലൊന്നും ഉപേക്ഷിക്കാണ്ട് ഇങ്ങനെ കെട്ടിയിടുന്നതാണ്. ഇതൊക്കെ ഒരു 2 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ റിബൺ വാങ്ങി, ഇതൊക്കെ കച്ചവടക്കാർ ഇരിക്കുന്നവർക്ക് ഒരു വരുമാന മാർഗം കൂടിയാണല്ലോ. ഞങ്ങളും ഓരോ റിബൺ വാങ്ങി അങ്ങനെ തലയിൽ കെട്ടി ഇവിടുന്നാണ് ബാൺഗംഗ എന്നുള്ള ഈ സ്ഥലത്തു നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ കൂടി എടുത്തു. ഇനിയാണ് ഞങ്ങളുടെ യാത്ര ആരംഭം. ഇവിടെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ലേഡീസിനും ജെൻസിനും വേറെ വേറെ വഴി കൂടെ പോയി പരിശോധനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് കിടന്നാലാണ് നമ്മുടെ യാത്ര ആരംഭം. ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പണികൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ലേഡീസിൻ്റെ വഴിയിൽ പോയി ഇവിടെ ബാഗൊക്കെ സ്കാൻ ചെയ്യാനിട്ടു. ഇവിടെ അങ്ങനെ ക്യാമറ, അതുമാതിരി ട്രൈപോഡ് ഇതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾ മൊബൈലിലാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ അടുത്തുള്ളൊരു ഡാബയിൽ കയറി. ഞങ്ങൾ ഉച്ചയ്ക്ക് ശരിക്കും പ്രോപ്പറായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കറക്റ്റായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഡാബയിൽ കയറി ഭക്ഷണം കഴിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ യാത്ര കുറച്ച് എന്താ പറയുക, ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ പോയാൽ വല്ല തലചിറ്റലോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് വേണം യാത്ര തുടരാൻ. ഇനി കുറച്ച് യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. കുറച്ച് പ്രായമുള്ളവർക്കോ കാലുവേദന, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനൊക്കെ നല്ല പൈസയും വരും കേട്ടോ. ഇതൊക്കെ 4 ആൾക്കാർ ചുമന്നുകൊണ്ട് അവരെ അവിടെ എത്തിക്കുന്നതാണ് ക്ഷേത്ര ദർശനത്തിന്. അതുമാതിരി തിരിച്ചും കൊണ്ട് അവരിവിടെ വരെ എത്തിക്കും. അതിനുള്ള ഒരു സൗകര്യമാണത്. അതുപോലെ ഇതാണ് ബാൺഗംഗ. ഇവിടെ കുറച്ച് ആൾക്കാർ ഇറങ്ങി കുളിക്കുകയും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനാണ് ബാൺഗംഗ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ വെള്ളം കുറവാണ്. ഇതുപോലെ ഈ കുട്ടി ഒരു കുതിരപ്പുറത്ത് കിടന്ന് നല്ലോണം ഡാൻസ് കളിച്ച് പോകുന്നുണ്ട്. അതൊക്കെ ഈ ആദ്യമായിട്ട് പോണവർക്കുള്ള ഒരു ഇതാണ്. ഇവർ ഇങ്ങനെ കൊട്ടും പാട്ടൊക്കെ ആയിട്ടാണ് അങ്ങനെ കുട്ടികളെ മല കയറ്റണത്. അതുപോലെ ഒരു കുതിര നിൽക്കണ കാണാം. നിറച്ച് കുതിരകളാണ്. ഈ കുതിരപ്പുറത്തും ആൾക്കാരെ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഇരുന്ന് പോകാനുള്ള സൗകര്യം. ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമം പിടിച്ച കാര്യമില്ലേ. അപ്പോൾ ഇവർ കുട്ടികളെയും അവിടെ എത്തിക്കും. പിന്നെ വൈഷ്ണോദേവി അമ്പലത്തിലേക്ക് 2 വഴികളുണ്ട്. ഒരു പുതിയ വഴിയും ഒന്ന് പഴയ വഴി. ഈ പഴയ വഴി കൂടിയാണ് ഈ കുതിരകൾ നിറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരകളുടെ ഓട്ടപ്പാച്ചിലാണ്. അതുകൊണ്ട് നമുക്കൊരു സമാധാനമായിട്ടുള്ള നടക്കാൻ ഒരു കുറവ് ഇതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുതിയ വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സമാധാനമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ 2.5 കിലോമീറ്റർ ദൂരം കൂടുതലാണ്. എന്നിരുന്നാലും ഞങ്ങൾ ആ വഴിയാണ് തിരഞ്ഞെടുത്തത്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി.
അപ്പം ഞങ്ങൾ ദേവിയുടെ മന്ത്രമൊക്കെ ഉരുവിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങളിവിടെ ലങ്കർ കഴിക്കാൻ വന്നേക്കാണ്. ലങ്കർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു പകുതി വഴി എത്തിയിട്ടില്ല. നിന്ന് സ്ലോ ആയിട്ടാണ് വരുന്നത്. ഈ പാട്ട് കേൾക്കുന്നത് നമ്മുടെ വൈഷ്ണോദേവി അമ്പലത്തിൽ നിന്നുള്ള ലൈവാണ്. അവിടെ നിന്നുള്ള കീർത്തനങ്ങളാണ് നമുക്കിവിടെ സ്പീക്കർ വഴി കേൾക്കണത്. അപ്പോൾ അവിടെ ലങ്കറുണ്ട്, ഫ്രീ ആയിട്ട് അവിടെ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ പാർക്ക് ഒരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്. പിന്നെ അതേ ഫൗണ്ടനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഫൗണ്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ആൾക്കാരൊക്കെ അവിടെ ലൈൻ നിന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും അങ്ങോട്ട് പോയി തുടങ്ങി. ഞാനും അങ്ങോട്ട് പോവാണ്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവരെ സെറ്റ് ചെയ്തേക്കണത്. ഫോട്ടോ എടുക്കണേ. ഞാനിങ്ങനെ അവിടെ വട്ടം തിരിയാം. നല്ല ചൂട് ചോറും ദാലും പരിപ്പിൻ്റെ കറി, അതായത് ദാൽ എന്നാണ് ഇവിടെ പറയുക. പിന്നെ നമ്മുടെ കേസരി എന്ന് പറഞ്ഞ റവ കൊണ്ടുള്ള ഇവിടുത്തെ ഹലുവ എന്ന് പറയും, മധുരമുള്ള ഒരു ഐറ്റം. ഇങ്ങനെ 2-3 ഐറ്റം കൂടി കിട്ടിയപ്പോൾ വയറ് നിറഞ്ഞ് നല്ല സന്തോഷമായി. ഈ ഭക്ഷണം, ഈ യാത്രകളിൽ എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരെ കാണാം തല ചുറ്റി ഒക്കെ വീഴണത്. അതുകൊണ്ട് നമ്മൾ യാത്രയിൽ എപ്പോഴും നമ്മുടെ ഷുഗറും അതുമാതിരി BP-യും എല്ലാം നോർമലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഇടയ്ക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള ഇതും നല്ല ഭക്ഷണമാണ്. ഇതിൽ മസാലകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നോർമലായിട്ടുള്ള ഒരു ചോറും ദാലും, അത് രണ്ടും മതി. പിന്നെ നല്ല ചൂടുള്ള ചായയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതൊക്കെ ഫ്രീ ആണ്. അവിടുത്തെ സജ്ജീകരണങ്ങളും വളരെ ഗംഭീരം. ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ യാത്രകളിലൊക്കെ എങ്ങനെയാണ് ഇവർ ഇത്രയും സൗജന്യമായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്യണതെന്നും കൂടിയാണ് ഞാൻ കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇന്ന് ദീപാവലി അപകരണം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നല്ല രസമാണ് നടക്കാൻ, ഒരു തിരക്കുമില്ല. നല്ല ഭംഗിയായിട്ട് ദേവീനെ തൊഴാൻ പറ്റും. അപ്പം ഞാൻ ടീമിലുള്ളതേ ഒരാൾ വരുന്നുണ്ട്. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നാലെ തന്നെ ബാക്കി എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങൾ 14 ആൾക്കാരാണ്. അപ്പോൾ മെല്ലെ മെല്ലെ ഇരുന്നിട്ടാണ് വരണേ. അപ്പം നമ്മൾ പകുതി വഴി എത്താറായി. ഇനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് അതൊക്കെ വരിയിലേക്ക്. അപ്പോൾ നല്ല കയറ്റാണ്, സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് വളരെ കിതപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ID കാർഡുണ്ട്. നമ്മൾ എവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇത് നോക്കിയാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. അതാണ് നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലവരൊക്കെ ക്ഷീണിച്ചു, മെല്ലെ മെല്ലെ ഇരുന്നിട്ടൊക്കെയാണ് വരണത്. ഒറ്റയടിക്ക് വരാൻ വയ്യ. അപ്പോൾ ഈ മുകളിൽ കാണണ അവിടേക്ക് നമുക്ക് എത്തണം. അപ്പോൾ ഇനിയുണ്ട്. പിന്നെ ഒരു 5.5 കിലോമീറ്റർ മുകളിലേക്ക് പോകണം. ടോട്ടൽ 7 കിലോമീറ്റർ ഇനിയും നടക്കാനുണ്ട്, എന്നാലേ അവിടെ എത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭൈരവ ടെമ്പിൾ വേറെ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്ന് അറിയില്ല. പക്ഷെ ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് എത്തി. ഇനി 1.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ലങ്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ലങ്കർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ നല്ല പരിപ്പും ചോറും പിന്നെ റവ കേസരി പോലത്തെ ഇവിടുത്തെ അതുപോലത്തെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ, നല്ല അടിപൊളി ചായ, ഉഗ്രൻ ചായ. ഇതെല്ലാം കുടിച്ചപ്പോൾ തന്നെ നല്ല ഉന്മേഷമായി. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ നിന്ന് കയറിയിട്ട് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള ദൃശ്യമാണ്. ഇതാണ് കട്ര. നമ്മൾ ഇപ്പോൾ ഈ മല ചുറ്റി ചുറ്റി ഞങ്ങളിങ്ങനെ വന്ന് ഇവിടെ എത്തി. ഈ കാണുന്ന ലൈറ്റൊക്കെ കാണുന്നിടത്തുകൂടെ ഞങ്ങൾക്ക് പോയിട്ട് വേണം അവിടെ എത്താൻ. ഇനി നല്ല വഴിയുണ്ട്. 7 കിലോമീറ്റർ ഇനി ഞങ്ങൾക്ക് നടക്കാനുണ്ട്. ഇപ്പോൾ ടോട്ടൽ 14 കിലോമീറ്ററിൽ ഞങ്ങൾ പകുതി വഴി എത്താറായി. അപ്പോൾ ഇതുപോലെ ടീ സ്റ്റാളുകളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിഫ്രഷ്മെൻറ്റ്സൊക്കെ കിട്ടും. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങാൻ നമുക്ക് ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ് അതുപോലെയുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ ഇടയ്ക്കുള്ള ലങ്കറൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. പിന്നെ ഇതേ അവിടുത്തെ ഭജനും
ഒക്കെ ലൈവായിട്ട് നമുക്ക് കേട്ടോണ്ടിരിക്കാം. ഇവിടെ പോണ വഴിയിലൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചുകളുണ്ട്. പിന്നെ വെള്ളം സൗജന്യമായിട്ട് നല്ല ഫിൽട്ടർ വെള്ളം, വഴിയിലൊക്കെ നല്ല ബാത്റൂം സൗകര്യം, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമുകളാണ് കേട്ടോ. നല്ല ബാത്റൂമുകളാണ്. അതുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല ഇവിടുത്തെ സർവീസൊക്കെ കേട്ടോ. അത്രയ്ക്ക് നല്ല ഇതാണ്. പിന്നെ ഇതുകൂടെ സ്പീക്കറിൽ ഈ ശബ്ദം, ഈ മന്ത്രങ്ങളൊക്കെ അവിടുത്തെ ആരതി വൈകുന്നേരത്തെ എല്ലാം നമുക്ക് ലൈവായിട്ട് നമുക്കിവിടെ കേൾക്കാം. നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു വിഷമം തോന്നില്ല. അതായത് മന്ത്രം കേട്ടുകൊണ്ട് ദേവിയുടെ പ്രാർത്ഥനകൾ എല്ലാം കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ നടക്കാം. നല്ല രസമാണ്. ആരും ഇല്ലെങ്കിലും ഒരു പേടി തോന്നില്ല. നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലവും എന്താ പറയുക, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എത്തിയിട്ട് അതൊക്കെ വരിയിലെത്തിയിട്ട് കാണാം. ഇവിടെ ഇതുപോലത്തെ മരങ്ങളുണ്ട് കേട്ടോ. ഈ എന്താ പറയുക, നല്ല തണുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന ടൈപ്പ് ഇതുപോലെ ദേവദാരു വൃക്ഷങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാം. പൈൻ ട്രീ, അതുമാതിരി ദേവദാരു വൃക്ഷങ്ങളൊക്കെ, അതുപോലത്തെ മരങ്ങളൊക്കെ ഈ തണുപ്പ് പ്രദേശത്താണ് ഉണ്ടാവുക. അതൊക്കെ ഇവിടെ കണ്ടു തുടങ്ങി. ഇതൊരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തുമ്പോൾ ഈ മരം ഉണ്ടാവും, പൈൻ മരം മറിഞ്ഞു വീണിട്ടുള്ളത്. പൈൻ ഓയിൽ ഉണ്ടാക്കുന്നില്ലേ, പൈൻ ഓയിൽ ഉണ്ടാകും. നടന്നു പോണ വഴിയിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ. പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ല ഭംഗിയുണ്ട്. അവിടെയൊക്കെ അത് ഫോട്ടോ എടുക്കാനും അതുമാതിരി കുറച്ച് നേരം അവിടെ ഇരിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പുതിയ വഴിയിലാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ കൊല്ലം ഈ യാത്ര ഈ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതക്കുവാരിയിൽ എത്തിയിരിക്കുകയാണ്. അതക്കുവാരിയിൽ എത്തിയിട്ട് ഇവിടെ വേറൊരു ലൈനുണ്ട്, അവിടേക്കൊന്നും വന്ന് നോക്കിയതാണ്. പക്ഷേ തിരക്ക് കാരണം ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു ദർശനമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ നേരെ വൈഷ്ണോദേവിക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അതക്കുവാരിയിൽ എത്തിയിട്ടൊന്നും ഞങ്ങൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു യാത്ര കാരണം ഞങ്ങൾ രണ്ടുപേരും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുത്തി. എല്ലാവരും വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. അപ്പോൾ അധികം യാത്ര ചെയ്യാൻ, ഇനി വേറൊരു ദിക്കിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാനൊന്നും അവരെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അവിടെ നിന്നും കുറേ ദൂരം നടന്ന് ഞങ്ങൾ വേറൊരു വിശ്രമ സ്ഥലം, ചെറിയൊരു ഭക്ഷണശാലയാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ഫുഡൊന്നുമില്ല. അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ട് തല ചുറ്റി. അവർ ഹസ്ബൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അവരെന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെഡിക്കൽ സംഘം അവർ കുറച്ച് പഞ്ചസാരയൊക്കെ കലക്കി കൊടുത്ത് അവരെ അങ്ങനെ ഉഷാറാക്കി. ഇതാണ് വൈഷ്ണോദേവി അമ്പലം. ഒക്കെ ഇന്ന് ദീപാവലി ആയ കാരണം അതല്ലെങ്കിലും ഇവിടെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ വൈഷ്ണോദേവി എത്താറായി. ഒരു കഷ്ടി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ രാത്രി ഒരു 1-1:30 ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ വൈഷ്ണോദേവി എത്തി. പക്ഷെ ഞങ്ങൾ നേരെ റൂം എടുത്ത് വേഗം സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ പോകാൻ. വിശ്രമിക്കാൻ സമയമില്ല. ഇനി വന്നിട്ട് ഒന്ന് കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ. അപ്പോൾ ഇതാണ് അമ്പലം. അമ്പലത്തിൽ അങ്ങനെ ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ മൊബൈലോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാണ് മാ വൈഷ്ണോദേവി ക്ഷേത്രം. ഹിമാലയത്തിലെ ത്രികൂട പർവ്വതത്തിലാണ് മാ വൈഷ്ണോദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നീ 3 ദേവി ശക്തികൾ കൂടിച്ചേർന്നതാണ് മാ വൈഷ്ണോദേവി സങ്കല്പം.
ഇവിടെ പിണ്ടി രൂപത്തിലാണ് ദർശനം, വിഗ്രഹങ്ങളല്ല. ഈ 3 സ്വയംഭൂവായ ഈ 3 പിണ്ടികളാണ് ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നിവരെ പ്രതിനിധാനം ചെയ്യുന്നത്. ഞങ്ങൾ വൈകിട്ട് ഒരു 4:30-5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ വൈഷ്ണോദേവിയിലേക്കുള്ള മലകയറ്റം ഒരു 8:30-9 മണിക്കൂർ എടുത്തു വൈഷ്ണോദേവി എത്താൻ. അതായത് ഒരു 1 മണിയോടെ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഒരു മനോകാമന എന്ന് പറഞ്ഞ ഒരു ഡോർമെട്രിയിൽ ഞങ്ങൾ റൂം എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുളിച്ച് ഫ്രഷായി 2 മണി 3 മണി അങ്ങനെ ഒരു ടൈമിൽ ഞങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി. 3-4 മണിയായി കാണും. അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചെത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം 8 മണിയോടെ ആണ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഭൈരവ് ടെമ്പിളിലേക്ക്. ഇതാണ് ഞങ്ങൾ താമസിച്ച മനോകാമന ഭവൻ എന്ന് പറഞ്ഞ ആ താമസ സൗകര്യം ഞങ്ങൾ ചെയ്ത സ്ഥലം. അപ്പോൾ ഇവിടെ കുളിച്ച് ഫ്രഷായി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ഞങ്ങൾ രാവിലെ അങ്ങനെ ഭൈരവ് ടെമ്പിളിലേക്കുള്ള യാത്രയാണ്. അവിടേക്കുള്ള ക്യൂ നിൽക്കുകയാണ്. ടിക്കറ്റ് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് തന്നെ പോയി എടുക്കണം. നമ്മളൊരു ഗ്രൂപ്പായിട്ടൊന്നും പോയി എടുക്കാൻ പറ്റില്ല, എല്ലാവരും അവിടെ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ എല്ലാവരും ക്യൂ നിന്ന് ഓരോരുത്തരും അവനവൻ്റെ ടിക്കറ്റ് എടുത്തു. 100 രൂപയാണ് പോയി വരാനുള്ള ചാർജ്. ഇവിടെ ഒരു ബോർഡിൽ എന്തൊക്കെ കേബിൾ കാറിൽ കൊണ്ടുപോകാൻ പാടില്ല അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്ക്, വലിയ വടിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ നടക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വാക്കിംഗ് സ്റ്റിക്ക്, അതൊന്നും പാടില്ല. അങ്ങനെ കുറേ നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5 കൊല്ലം മുന്നേ ഞങ്ങൾ വരുമ്പോൾ ഈ കേബിൾ കാറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് കേബിൾ കാറിൽ വൈഷ്ണോദേവിയിലെത്തിയിട്ട് ഭൈരവ് ടെമ്പിളിലേക്ക് പോണത്. 45 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയൊരു കേബിൾ കാറാണ് കേട്ടോ അത്. പിന്നെ ഇതിൽ സീറ്റിംഗ് ഒന്നുമില്ല, സ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എത്തും ചെയ്യും. പകലൊരു 8-8:30 മണിയാണ് ഞങ്ങളുടെ യാത്ര. നല്ല വെയിൽ നമ്മുടെ മുഖത്തേക്കിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ കേബിൾ കാർ ഇറങ്ങി കുറച്ച് ദൂരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഭൈരവ് ടെമ്പിൾ എത്തി. അപ്പോൾ വഴിയിലൊക്കെ ഇതുപോലത്തെ പ്രസാദം വിതരണം ചെയ്യുന്ന കടകൾ കാണാം. കറുത്ത ചരട്, പൊരി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പ്രസാദത്തിലുണ്ടാവുക. അതൊക്കെ വാങ്ങി നമുക്ക് ക്ഷേത്രത്തിലെത്താം. പക്ഷെ ഇവിടെ ഒന്നും വീഡിയോ അനുവദനീയമല്ല, അതുകൊണ്ട് ക്ഷേത്രത്തിലെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ ഓപ്പണായ ഒരു ടെറസ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. ഇവിടെ ഹെലിപ്പാഡ് കാണാം. ഇവിടെയൊക്കെ ധാരാളം ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങി പോകുന്നതൊക്കെ നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഇവിടെ ലങ്കർ ഉണ്ട്. ലങ്കർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ലങ്കർ, അതുപടി ദാലും ചോറും തന്നെയായിരുന്നു. അത് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ മടക്കയാത്രയാണ് ഈ കാണുന്നത്. മടക്കയാത്രയിൽ കൂടുതൽ നമുക്ക് വിഷമം കാലിന് അനുഭവപ്പെടുക കാഫ് മസിലിനാണ്. ഭയങ്കര വേദനയൊക്കെ അനുഭവപ്പെടും. അതിൽ ആദ്യം കയറി വരുമ്പോൾ നമുക്ക് ചെസ്റ്റിനൊക്കെ ആയിരുന്നു ശ്വാസം തടസ്സം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ കാഫ് മസിലിനൊക്കെ നല്ല വേദനയായിരിക്കും. എന്തായാലും എല്ലാവരും മെല്ലെ ഇരുന്നൊക്കെയാണ് കയറിയത്. അതുപോലെ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് മണ്ണ് വീഴാതിരിക്കാൻ. ഞങ്ങളുടെ ദർശനം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വരികയാണ്. പകുതി വഴി പിന്നിട്ടു. പിറക്കാവ് കാരണം വലിയ പ്രശ്നമില്ല, എല്ലാവരും ഉഷാറായി. ഇതേ അംബിക കണ്ടിൻ്റെ അടുത്ത് അംബികയ്ക്ക് ഇന്നലെ കയറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം ഞങ്ങളധികം വീഡിയോ ഒന്നും രാത്രി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എല്ലാവരും ഉഷാറായി. ഇവിടേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കണ കാരണം ഇതൊക്കെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. അതുമാതിരി ജൂലൈ ഓഗസ്റ്റ് ഇങ്ങനെയൊക്കെ മഴ കാലത്തൊക്കെ ധാരാളം മണ്ണിടിച്ചിലുണ്ടാവും. അതുപോലെ ജനുവരി ഫെബ്രുവരി നല്ല മഞ്ഞുള്ള സമയമാണ്. ഇവിടെയൊക്കെ മലമുകളിലൊക്കെ നല്ലോണം മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയമൊന്നും നമുക്ക് യാത്രയ്ക്ക് അത്ര അനുയോജ്യമാണെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്നവർക്ക്. അതുമാതിരി ഒക്ടോബർ നവംബറിൽ നവരാത്രി, ഇവിടെ 2 നവരാത്രിയും പ്രധാനപ്പെട്ടതാണ്.
ആ 2 നവരാത്രികളിലും നല്ല തിരക്ക്, അതായത് ഒരു 20 മണിക്കൂറോളം നമുക്ക് ലൈനിലൊക്കെ നിൽക്കേണ്ടി വരും. ചില സമയം അവർ രജിസ്ട്രേഷൻ പോലും നിർത്തിവെക്കാറുണ്ട്, അത്രയ്ക്ക് തിരക്കുണ്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെ മടക്കയാത്രയിൽ കുറെ കാട്ടുകോഴികളെ കണ്ടു. അവർ വിളിച്ചപ്പോഴേക്കും ഓടി വരും എല്ലാവരും കൂടിയിട്ട്. അതുമാതിരി ഇവിടെ നിറച്ചുണ്ട് ഇവിടെയൊക്കെ കാട്ടുകോഴികൾ. അപ്പം ഞങ്ങളുടെ കയ്യിൽ ചെറുപയറുണ്ടായിരുന്നു, ചെറുപയർ പരിപ്പ് വറുത്തത്. അപ്പം അതിങ്ങനെ കൊടുക്കുകയാണ്, മൂങ് ദാൽ എന്ന് പറയും. അതിങ്ങനെ കയ്യിലിട്ട് കൊടുത്തപ്പോൾ അവർ കൊത്തി കൊത്തി തിന്നാണ്. അങ്ങനെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഒരു കൂട്ടം കാട്ടുകോഴികൾ കണ്ടു. അങ്ങനെ ഞങ്ങളൊരു 1/4 ഭാഗം കവർ ചെയ്തു. ഇനി ഒരു 1/4 ഭാഗം കൂടി താഴത്തേക്ക് എത്തേണ്ടതുള്ളൂ. ഇപ്പം നമ്മൾ രാത്രിയാണ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് വൈഷ്ണോദേവിയിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ രാത്രി ഒരു ഫൗണ്ടനൊക്കെ ആയിട്ട് ഒരു ലങ്കറിൻ്റെ സ്ഥലം കാണിച്ചില്ലേ, ആ ലങ്കർ തന്നെയാണ് ഇത്. അപ്പോൾ ഞങ്ങൾ പകല് വെളിച്ചത്തിൽ ലങ്കർ ഒന്ന് കാണുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ. അപ്പോൾ ഇവിടേക്ക് ഇരിക്കാനും അത്യാവശ്യം ഒന്ന് കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കിടന്ന് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും യാത്ര തുടരുകയാണ്. പിന്നെയും കാട്ടുകോഴികൾ ധാരാളം ഉണ്ട്. ഒക്കെ അപ്പുറത്തൊക്കെ കാടല്ലേ, നിറച്ച് കാടല്ലേ. അപ്പോൾ അതിന് നിറച്ച് കാട്ടുകോഴികളും അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അങ്ങനെ ഞങ്ങൾ താഴെ എത്താറായി, ഇനിയുണ്ട് കുറച്ച്. ഇതാണ് റോപ്പ് വേയുടെ ഒരു ഓഫീസാണിത്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് സന്തോഷം എല്ലാവരും മുഖത്ത്. എന്നുവെച്ചാൽ കുറേ യാത്ര ചെയ്ത് എല്ലാവരും മുഖത്ത് കാണാം ഒരു ഭയങ്കര ക്ഷീണം. ഇത്ര യാത്ര ആദ്യമായിട്ടാണ് ഇവർ ഇത്രയും നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മുഖത്തും ആ ക്ഷീണം കാണാനുണ്ട്. എല്ലാവരും നടക്കാൻ കാല് നീങ്ങാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കട്ടര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 11:45 ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ ഇനി ധാരാളം സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള IRCTCയുടെ അങ്ങനെ ഒരു ഹോട്ടലുണ്ട്, അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നേക്കണത്. ഇതൊരു പഴയൊരു ബോഗീനെ അവരൊരു ഹോട്ടൽ രൂപത്തിൽ ഇങ്ങനെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒരെണ്ണം ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അവിടെ വെറുതെ പോയി കണ്ടു കേട്ടോ, ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ നല്ല രസമായിട്ട് അവർ അവിടെ ടേബിളും ചെയറൊക്കെ ഇട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, രാത്രി ആയതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും. അപ്പോൾ പുറമെ ഞങ്ങൾക്ക് കസേര ചെയറൊക്കെ ഉണ്ട്, അവിടെ പോയിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിൻ ടൈമിന് മുന്നേ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിനിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ആൾക്കാർ കമ്പിളി, ഷാള്, ജമ്മു എന്നുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന ആൾക്കാരും പിള്ളേരൊക്കെ ഒരു സെറ്റായിട്ട് ഒരു ഇതിൽ സീറ്റ് പിടിച്ചു. അങ്ങനെ കുറച്ച് തിന്നാള ഐറ്റംസൊക്കെ ഓരോരുത്തർ ബാഗിൽ നിന്നൊക്കെ എടുത്ത് അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് സന്തോഷം. എല്ലാ കുട്ടികളും ഒന്നിച്ചിരിക്കുന്നു, അവർ വർത്തമാനം പറയുന്നു. ഞങ്ങളൊക്കെ ഓരോ സീറ്റും പിടിച്ച് കിടപ്പായി. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.